ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര പോകുന്നില്ല, നമ്മളെ അവിടേക്ക് വിളിക്കുകയാണ്. വാരണാസി അങ്ങനെയൊരു വിളിയാണ്. 2 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ പുലർച്ചെ 2 മണിയോടടുത്താണ് ഞങ്ങൾ വാരണാസിയിലെത്തിയത്. പെട്ടെന്ന് തന്നെ സെറ്റിലായി. പുലർച്ചെ അസ്സിഘട്ടിലുള്ള ആരതി കാണണം, അതാണ് ലക്ഷ്യം. വാരണാസിയുടെ ഇടുങ്ങിയ ഗലികളിൽ എവിടെയോ ഒരു ഹോട്ടൽ കണ്ടെത്തി ഭാണ്ഡം അവിടെ നിക്ഷേപിച്ച് പെട്ടെന്ന് തന്നെ ഫ്രഷായി അസ്സിഘട്ടിലെത്തുമ്പോൾ കാശിയുടെ മാസ്മരികമായ പ്രഭാതവന്ദനം അഥവാ സുബഹ് ഈ ബനാറസ് തുടങ്ങുന്നേയുണ്ടായിരുന്നുള്ളൂ. ഗംഗാനദിയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏതാണ്ട് 6 കിലോമീറ്ററിലധികം നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ബനാറസ്, കാശി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വാരണാസി. മഞ്ഞു മൂടിയ അന്തരീക്ഷം, തണുപ്പുണ്ട്. ഈ നദി ഒഴുകുന്നത് വെള്ളം കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ്. ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ സാക്ഷി, അതാണ് ഗംഗ. ഇവിടെ ഓരോ മുഖത്തും ഓരോ കഥയുണ്ട്. ചിലർ പ്രാർത്ഥിക്കുന്നു, ചിലർ നന്ദി പറയുന്നു, ചിലർ വിട പറയുന്നു. ഹിന്ദുക്കളുടെയും ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും പുണ്യനഗരമായ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ക്രിസ്തുവിനും 1200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ നഗരം ഇവിടെ നിലനിന്നിരുന്നു എന്ന് കരുതുന്നു. ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്ന വരുണ, അസ്സി എന്നീ നദികൾക്കിടയിൽ ഗംഗയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണത്രേ വാരാണസി ആയത്. ഈ ബോട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശബ്ദങ്ങൾ പതുക്കെ ശാന്തമാകുന്നു. വാരണാസി നമ്മളോട് സംസാരിച്ചു തുടങ്ങുന്നു. ബോട്ടിന് ചുറ്റും പറന്നു നടക്കുന്ന പക്ഷികൾ, അവ ഗംഗയിൽ അലിഞ്ഞു ചേർന്നവരുടെ ആത്മാക്കളാണെന്ന് തോന്നിപ്പോകും. അലങ്കാരങ്ങളും ആലഭാരങ്ങളും ഇപ്പോഴും വിട്ടൊഴിയാതെ ലോകത്തോടും സഹജീവികളോടും കലഹിച്ച് ലഹരി പിടിച്ച് ജീവിക്കുന്ന നമ്മളോട് ശാന്തസുന്ദരമായ മറ്റൊരു ലോകത്തെക്കുറിച്ച്, കാഴ്ചയെക്കുറിച്ച്, അനുഭവത്തെക്കുറിച്ച് പറയാനാണ് നമ്മുടെ ചുറ്റും വട്ടമിടുന്നത്.
ഇന്ത്യയിലെ പുണ്യസ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാരണാസി. കല്ലുകൊണ്ട് നിർമ്മിച്ച പഴയകാല ക്ഷേത്രങ്ങൾ മുതൽ ആധുനിക ക്ഷേത്രങ്ങൾ വരെ നിരവധി എണ്ണം വാരണാസിയിലുണ്ട്. ഇവിടെ ജീവിതം തീവ്രമാണ്. പ്രാർത്ഥനയും വ്യാപാരവും വിശ്വാസവും വിശപ്പും എല്ലാം ഒരുമിച്ച്. എല്ലാവരും എന്തോ തേടിയാണ് ഇവിടെ എത്തുന്നത്. ചിലർ ശാന്തി തേടി, ചിലർ ഉത്തരങ്ങൾ തേടി, മറ്റു ചിലർ സ്വയം തേടി. ഈ നഗരത്തിലെ വഴികൾ ചെറുതാണ്, പക്ഷേ ഇവയിൽ ഒളിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. പുരാതനവും ആധുനികവുമായ മന്ദിരങ്ങൾ ഇടകലർന്ന് ഗംഗയിൽ നിന്നുള്ള തെന്നലേറ്റ് ശാന്തഗംഭീരമായി നിൽക്കുന്നു. അവയിൽ പലതിനും ഗംഗയോളം തന്നെ പ്രായം കാണുമായിരിക്കും. ഇവിടെ സമയത്തിന് പ്രസക്തിയില്ല. സമയമെന്നത് ഗംഗയുടെ ആഴങ്ങളിൽ ഘനീഭവിച്ച് ഉറച്ചു പോയിരിക്കുന്നു. നമ്മളും ഒരു ടൈം ലൂപ്പിൽപ്പെട്ട് പുരാതനവും പ്രൗഢവുമായ ഒരു സംസ്കാരത്തിൽ അകപ്പെട്ടതുപോലെ തോന്നും. എല്ലാം ശാന്തമായി ഒഴുകുന്നു ഇവിടെ, മരണം പോലും. ഗംഗയുടെ നെഞ്ചിലൂടെ പതുക്കെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വാരണാസി എന്ന നഗരം നമുക്ക് മുന്നിൽ തുറന്നു വരുന്നു. ഇവിടെ കല്ലുകൾക്ക് പോലും ഓർമ്മകളുണ്ട്. കാട്ടുകൾ മനുഷ്യരെ മാത്രമല്ല, അവരുടെ പ്രാർത്ഥനകളെയും കാത്തു നിൽക്കുന്നു. ചിലർ കൈകൾ ചേർത്ത് ആകാശത്തോട് സംസാരിക്കുന്നു, ചിലർ നിശബ്ദമായി കണ്ണുകൾ അടയ്ക്കുന്നു. ഗംഗ എല്ലാവരെയും ഒരേ ശാന്തതയിൽ സ്വീകരിക്കുന്നു. നിശ്ചലമായി കിടക്കുന്ന സമയം ഒരു കാൽപ്പനിക ഭാവത്തിൽ ഒരു വേള ഒഴുകുന്നത് പോലെ തോന്നും. ഗംഗ പോലെ ശാന്തമായി, അനന്തമായി. പുക ഉയരുന്ന ഘാട്ടുകൾ, മണിയുടെ ശബ്ദം, മന്ത്രങ്ങളുടെ വിറയൽ എല്ലാം ചേർന്ന് ഒരു സ്വപ്നം പോലെ തോന്നുന്നു. വാരണാസി ദൂരെയല്ല, അത് മുന്നിലാണ്. എന്നാൽ അതിലേക്ക് എത്താൻ കാൽവഴി വേണ്ട, ഉള്ളിലൂടെയാണ് യാത്ര. ഗംഗയുടെ നടുവിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കാര്യം മാത്രം വ്യക്തമാണ്: ഇത് ഒരു നഗരം അല്ല, ഇത് ഒരു ആത്മാവാണ്. വരണ്ട ഇളനിലങ്ങളിൽ നിന്ന് ഗംഗയിലേക്ക് മൂടൽമഞ്ഞ് പടരുന്നത് കാണാം. അത് ഒരു വേള നേരെ തിരിച്ചാണെന്നും തോന്നും. ആയത് മൃതിയുടെയും വറുതിയുടെയും മുകളിൽ മറയായി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പൗഷമാസത്തിലെ ഈ പുലരിയും കുളിരും ശരിക്കും ഒരു മത്തുപിടിപ്പിക്കുന്ന അനുഭവം. ഗംഗയിലൂടെയുള്ള ബോട്ട് യാത്രയുടെ ഒന്നാം ഘട്ടം അവസാനിച്ചിരിക്കുന്നു. തികച്ചും ആധുനികനായ നമോഘട്ടിലാണ് ഇറങ്ങുന്നത്. നമോഘട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. സഞ്ചാരികൾ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. ഗംഗയിലെ മൂടൽമഞ്ഞ് പൂർണ്ണമായും മാറിയിട്ടില്ല. പ്രത്യാശയുടെ മരത്തിൻ്റെ ഒരു തുരുത്ത് പ്രഭാതത്തിലെ മഞ്ഞിലരിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. വാരണാസിയിലേക്ക് അനേകം ആത്മാക്കളുമായി പാലം കുലുക്കി വരുന്ന തീവണ്ടി. അനാഥരും നിർനിമേഷരുമായ പട്ടികളുടെ ബഹളം. വെളിച്ചം പടർന്നു തുടങ്ങിയിട്ടേയുള്ളൂ. അസേഘട്ടിൽ പുലർച്ചെയുള്ള ആരതി കണ്ട് ഗംഗയിലൂടെ ദേശാടന കിളികൾക്കൊപ്പം ഒഴുകി ഇപ്പോൾ ഏതൊക്കെയോ കെട്ടുകളിലൂടെ എന്തൊക്കെയോ ഓർമ്മകളിൽ സ്വയം നഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുന്നു. പുരാതനമായ കെട്ടിടങ്ങളിൽ നിന്ന് ഗംഗയിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഘാട്ടുകൾ. ഈ ഘട്ടുകൾ വെറും കൽപ്പടികളല്ല, ഇവ കാലത്തിൻ്റെ നെഞ്ചിലേക്ക് ഇറങ്ങുന്ന വഴികളാണ്. ഓരോ പടിയിലും ഓരോ ശബ്ദം ഒളിച്ചിരിക്കുന്നു. ചിരിയുടെ ശബ്ദം, പ്രാർത്ഥനയുടെ വിറയൽ, വിടപറയലിൻ്റെ നിശബ്ദത. പുലർച്ചെ
ഘാട്ടുകൾ ഉണരുന്നത് സൂര്യനൊപ്പം. കൈകൾ ചേർത്ത് നിൽക്കുന്ന മനുഷ്യർ നദിയോട് സ്വന്തം കഥകൾ പറയുന്നു. ഉച്ചയ്ക്കുള്ള ചൂടിൽ ജീവിതം ഘാട്ടുകളിൽ ഒഴുകുന്നു. വസ്ത്രങ്ങൾ കഴുകുന്ന കൈകൾ, ഓടി നടക്കുന്ന കുട്ടികൾ, സമയം മറക്കുന്ന യാത്രക്കാർ. സന്ധ്യയാകുമ്പോൾ ഘാട്ടുകൾ ദീപങ്ങളാകുന്നു. ഓരോ വിളക്കും ഓരോ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനം. രാത്രിയിൽ ഘാട്ടുകൾ നിശബ്ദമാകുന്നില്ല, അവ കേൾക്കുകയാണ്. ഗംഗയുടെ ശ്വാസവും നൂറ്റാണ്ടുകളുടെ ഓർമ്മകളും. ചില ഘാട്ടുകൾ ജനനത്തിൻ്റെ സാക്ഷികളാണ്, ചിലത് അവസാന യാത്രയുടെ. എന്നാൽ ഇവിടെ ആരംഭവും അവസാനവും ഒരേ പടിയിൽ കൂടിക്കഴിയുന്നു. ഗംഗയുടെ കൈപിടിച്ച് ഘാട്ടുകൾ നിൽക്കുന്നു. മനുഷ്യർ മാറുന്നു, കാലങ്ങൾ മാറുന്നു, പക്ഷേ ഈ പടികൾ ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. ഈ ഘാട്ടുകൾക്ക് തിരക്കിനോട് പരാതിയില്ല, കാരണം അവ കണ്ടത് ആരംഭവും അവസാനവും ഒരുമിച്ചാണ്. ഗംഗയുടെ കൈപിടിച്ച് ഘാട്ടുകൾ നിൽക്കുന്നു. കാലങ്ങൾ മാറുമ്പോഴും അവയുടെ ശാന്തത മാറുന്നേയില്ല. ഘാട്ടുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: ജീവിതം അത് ഒഴുകണം. കൽപ്പടവുകളും ചത്വരങ്ങളും ഉണർന്നു തുടങ്ങിയിട്ടുണ്ട്. സഞ്ചാരികളും സന്യാസികളും മോക്ഷം തേടിയവരും ഇടകലർന്ന് ചലിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്നു ഈ നദിയും അതിനോട് ചേർന്ന കൽപ്പടവുകളും ചത്വരങ്ങളും പുരാതനമായ കെട്ടിടങ്ങളും. പുരാതനവും തകർന്നു തുടങ്ങിയതുമായ ഒരു കൂറ്റൻ കെട്ടിടത്തിൻ്റെ വാതായനത്തിലൂടെ ആരോ എത്തി നോക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്ന് അത് ആരുടെ കണ്ണുകളായിരിക്കുമെന്ന് ഞാൻ വെറുതെ ചിന്തിച്ചുകൊണ്ട് നടത്തം തുടർന്നു. പുലരിയിൽ ഈ തണുപ്പിൽ ചത്വരങ്ങളിൽ നിന്ന് എവിടുന്നോ നേർത്തു കേൾക്കുന്നൊരു ഷഹനായിയുടെ നാദത്തിനായി കണ്ണുകളടച്ച് കൈകൾ വിടർത്തി ഗംഗയെ ആഞ്ഞു മണത്ത് ഞാൻ കാതോർക്കുന്നുണ്ട്. ഗംഗയുടെ ഓളങ്ങളിൽ യുഗങ്ങളോളം തിരതല്ലിയ ആ ഷഹനായിയുടെ നാദം കേൾക്കാനുണ്ടോ? ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഏത് ഘാട്ടിൽ നിന്നാലാണ് അങ്ങയുടെ വിശുദ്ധിയുടെ സുന്ദരനാദം കേൾക്കാനാവുക? ഘാട്ടുകൾ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. ഗംഗയുടെ ഓളപ്പരപ്പിൽ സഞ്ചാരികളെയും കൊണ്ട് ചെറുനൗകകൾ ശാന്തമായി ഒഴുകുന്നു. നടന്നു ഞങ്ങൾ മണികർണിക ഘട്ടിലെത്തി. ഇവിടെ തീ കത്തുന്നത് മരത്തിനല്ല, ബന്ധങ്ങൾക്കാണ്, ഭാരങ്ങൾക്കാണ്. ജീവിതം മുഴുവൻ നമ്മൾ പിടിച്ചു നിന്നതിനെല്ലാമാണ്. ഇവിടെ മരണം ഒരു അന്ത്യവാക്കല്ല, അത് ഒരു നിശബ്ദ ഇടവേളയാണ്. ശബ്ദങ്ങളില്ലാതെ തുറക്കുന്ന മോചനത്തിലേക്കുള്ള ഒരു വാതിൽ. ജീവിതവും മരണവും ഒരേ സമയം കാണുന്ന സ്ഥലം. മോക്ഷത്തിലേക്കുള്ള അവസാന യാത്രയുടെ സാക്ഷി. മണികർണിക ഘട്ടം പിന്നിട്ട് ഞങ്ങളിപ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. ക്യാമറ അനുവദനീയമല്ലാത്തതുകൊണ്ട് ആയത് പകർത്തുവാൻ കഴിഞ്ഞിട്ടില്ല. സംഗീതം, ശാസ്ത്രീയ നൃത്തം, സംസ്കൃത പഠനം എന്നിവയ്ക്ക് പ്രശസ്തമായ നഗരമാണ് വാരണാസി. ബനാറസി സാരി, പ്രാദേശിക ഭക്ഷണങ്ങൾ, ഇടുങ്ങിയ പഴയ തെരുവുകൾ എല്ലാം ചേർന്ന് ഒരു കാലാതീത അനുഭവം തന്നെ സൃഷ്ടിക്കുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ദീപങ്ങളുടെ പ്രകാശത്തിൽ ഗംഗാനദി ദൈവീകമായി മാറുന്നു. രാത്രിയിലും വാരണാസി ഉറങ്ങുന്നില്ല. വിശ്വാസവും ശാന്തതയും അവിടെ ഒരിക്കലും അണയുന്നുമില്ല. ഗംഗാ ആരതി കാണുന്നതിലേക്കായി ഞങ്ങളിപ്പോൾ ഒരു ബോട്ടിലാണുള്ളത്. വളരെ അകലെ നിന്ന് മാത്രമേ ഞങ്ങൾക്കത് കാണാനായുള്ളൂ. നൂറുകണക്കിന് ആളുകൾ ഗംഗയിലും കരയിലുമായി ഗംഗാ ആരതി കാണുന്നതിനായി സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. മന്ത്രോച്ചാരണങ്ങളും ശംഖൊലിയും മണിയൊച്ചകളും പ്രകാശവും കലർന്ന ഒരു മായിക ലോകത്തിൽ എത്തിപ്പെട്ടതുപോലെ. വാരണാസി ഒരു നഗരം മാത്രമല്ല, അത് ഒരു അനുഭവമാണ്. ആത്മാവിൽ ഒരിക്കലും മായാതെ നിലനിൽക്കുന്ന അനുഭവം. ഈ യാത്ര എന്നെ മാറ്റിയോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് തന്നെയാണ് ഉത്തരം. എന്നാൽ എനിക്ക് എല്ലാം മനസ്സിലായില്ല, പക്ഷേ ഞാൻ ശാന്തനായി.
മുകൾ പരപ്പിൽ ശാന്തമാണ് ഗംഗ. എല്ലാം അതിൻ്റെ അന്തരാളങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. സ്വത്വം തേടിയവർ മാത്രം പലതും കണ്ടു, പലതും അറിഞ്ഞു. പൊരുളറിഞ്ഞവരിൽ ചിലർ സൂഫികളായി ദേശാടനം തുടർന്നു. മറ്റു ചിലർ കൽപ്പടവുകളിൽ സ്വയം ബന്ധിതരായി ഗംഗയിൽ മുങ്ങിയും നിവർന്നും ബാങ്കിൻ്റെ ചിരിയിൽ ചിരഞ്ജീവികളായി.